എൻ്റെ പേര് സെലിൻ ജോർജ്. ഞാൻ അമ്പഴേക്കാട് നിന്നാണ് വരുന്നത്. ഞാൻ അത്ഭുത ജപമാലയെക്കുറിച്ചൊരു സാക്ഷ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. അത്ഭുത ജപമാലയെക്കുറിച്ച് ഞാൻ കേട്ടിട്ട് ഏകദേശം ഒരു 6-7 മാസത്തോളമായിട്ടുള്ളൂ. ഞാൻ കുഴിക്കാട്ടുശ്ശേരി മറിയം ത്രേസ്യ ബുക്ക് സ്റ്റോളിലാണ് വർക്ക് ചെയ്യണത്. അവിടെ വെച്ചൊരു സഹോദരിയുമായിട്ട് ഇങ്ങനെ സംസാരിച്ചതിനിടെയാണ് എനിക്ക് അത്ഭുത ജപമാലയുടെ ഒരു പത്രം എനിക്ക് തന്നത്. ഞാൻ മറ്റ് പത്രങ്ങളൊന്നും കണ്ടാൽ ഞാൻ അങ്ങനെ അത് എടുത്ത് വായിക്കാറൊന്നുമില്ല. പക്ഷേ ഇത് എനിക്ക് എന്തോ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്കൊന്ന് വായിക്കണമെന്ന് തോന്നി. ഞാൻ വായിച്ചു. പിന്നെ അവിടെ +2 ജോലി ചെയ്യുന്നൊരു മിസ്സും ഇതേപോലെ അത്ഭുത ജപമാലയെക്കുറിച്ച് ഒത്തിരി എന്നോട് ഇങ്ങനെ പറയുണ്ടായി. അപ്പോൾ ഞാനിതിങ്ങനെ അത്ര ഇങ്ങനെ കാണാറൊന്നുമില്ല, കാരണം ഒട്ടും സമയവും കിട്ടാറില്ല. പക്ഷേ ഈ സഹോദരി പറഞ്ഞപ്പോൾ അതെന്നെ ഒത്തിരിയേറെ സ്പർശിച്ചു. ഞാൻ 2-3 ദിവസങ്ങളിൽ ഇങ്ങനെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ രാവിലെ ജോലിക്കിടെ റെക്കോർഡർ ജപമാല വെച്ച് കേൾക്കും. പക്ഷെ എനിക്കൊന്നും തോന്നിയില്ല. ഒരു ദിവസം വീണ്ടും ഇവിടെ ചെന്ന് ഇപ്പോൾ സഹോദരി എന്നോട് ചോദിച്ചു, നീ അത്ഭുത ജപമാല കണ്ടു തുടങ്ങിയോ? അപ്പോൾ ഞാൻ പറഞ്ഞു, കണ്ടു തുടങ്ങി. എൻ്റെ പേരൊന്നും അച്ഛൻ വിളിച്ചു പറയണ കേട്ടില്ല. അപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞു, നീ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ലൈവായിട്ട് 7:30 മുതൽ 9:30 വരെ ജപമാലയുണ്ട്, നീ ഒന്ന് കണ്ടു നോക്കുമെന്ന് പറഞ്ഞു. 2-3 ചൊവ്വാഴ്ച കണ്ടു. എനിക്കൊന്നും തോന്നിയില്ല. എന്നെ സ്പന്ദിക്കുന്നൊന്നും അച്ഛൻ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കിതിനിടെ അലർജിയുടെ, അതായത് വർഷങ്ങളായി ചൊറിച്ചലിന് ഗുളിക കഴിക്കുന്നുണ്ട്. ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ സുബോധമില്ലാത്ത അവസ്ഥയിലാണ്. കാരണം 5:45 കുർബാനയ്ക്കൊക്കെ ഞാൻ ചെന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വീഴാതെ കുർബാന കണ്ടു പോരുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. കാരണം ഞാൻ തന്നെ ഉറങ്ങി വീഴുന്നൊരവസ്ഥയാണ് ഇതിൻ്റെ ഈ ഗുളികയുടെ ഡോസ്. അപ്പോൾ ഡോക്ടർ എപ്പോഴും പറയും 7:30 ആകുമ്പോൾ ഗുളിക കഴിച്ചോളൂ. പക്ഷേ എനിക്കൊരു 10 മണിക്കായിട്ട് ഗുളിക കഴിക്കാനായിട്ട് സാധിക്കാറുള്ളൂ. അതുപോലെ ഒരു 2 മണി വരെ ഗുളികയുടെ കിക്ക് ഇങ്ങനെ നിൽക്കും. ഒരു ദിവസം ചോറുണ്ടതുപോലും എനിക്ക് ഓർമ്മയില്ല. കാരണം ചോറ് എവിടേക്കാണോ പോണേ, ഞാൻ കണ്ണടച്ചിരുന്ന് ചോറുണ്ട് അവസാനിപ്പിച്ച് എനിക്ക് ചോറുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. ഈ ചൊറിച്ചിൽ വരണ സമയത്ത് ഞാൻ എൻ്റെ കാല് ആകെയിട്ട് ചവിട്ടി അതുമിട്ട് ഉരയ്ക്കും. അതുപോലെ കത്രിക, കത്തി, ഇതൊക്കെ എനിക്ക് എന്താണോ എൻ്റെ കയ്യിൽ കിട്ടണത് അതെടുത്ത് കുറേ മാന്തി കഴിയുമ്പോൾ എനിക്കൊരു സ്വസ്ഥതയുള്ളൂ. അപ്പോൾ ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഗുളിക കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം. പക്ഷേ ഗുളിക കഴിച്ചാലുണ്ടാകുന്ന ഈ റിയാക്ഷൻ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് കഴിക്കാനൊട്ടത്തിൽ ഭയങ്കര മടിയാണാനും. അങ്ങനെയാണ് ഒരു ദിവസം ഈ അത്ഭുത ജപമാല കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അമ്പഴേക്കാട് തോപ്പിൽ എന്ന കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി, തോപ്പിൽ ഞങ്ങളുടെ ഭാഗത്ത് തന്നെ അമ്പഴേക്കാട് തോപ്പിൽ എന്ന് കുറച്ച് വീട്ടുകാരുണ്ട്. അപ്പോൾ ഞാനതായിരിക്കുമോ എന്ന് എനിക്ക് സംശയിച്ചു. അന്ന് തന്നെ അച്ഛൻ വീണ്ടും വിളിച്ച് പറഞ്ഞു, സെലീനയെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന്. ഈ അത്ഭുത ജപമാല കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ എൻ്റെ ഭർത്താവ് ആ അരുളിക്കായിൽ നിന്നിട്ട് തൊട്ട് എൻ്റെ ഇവിടെയൊക്കെ കുരിശ് വരച്ച് തരായിരുന്നു. പിന്നീട് എനിക്ക് പിന്നെ ഇതുവരെയും ചൊറിച്ചിലിൻ്റെ ഗുളിക ഞാനൊരു 6-7 മാസമായിട്ട് കഴിച്ചിട്ടേ ഇല്ല. ഈ ഒരു വലിയ അത്ഭുതം എനിക്ക് ചെയ്തു തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു.